ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഒരു ദിവസത്തേക്ക് കൊട്ടിയൂരി പോയിരുന്നു, ഒരു ദിവസത്തെ നിൽക്കാൻ. അപ്പം അച്ഛൻ അവിടുത്തെ കലശമണ്ഡലം എന്നുള്ള കയ്യാലയിൽ അച്ഛൻ അവിടുത്തെ സ്ഥാനികനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ പേര് അങ്ങനെ ഒരു ദിവസം നിൽക്കാൻ പോയതാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിൽക്കാൻ പോക്കുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാനും അച്ഛൻ്റെ പേര് നിൽക്കാൻ പോയതാണ്. അങ്ങനെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. കൂത്ത്, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ആനേൻ്റെ ശീവേലി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഇതാണ് കയ്യാല. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നത് കയ്യാലയിലാണ്. ഇതാ ഈ കല്ലിനെ കൊണ്ടെല്ലാം കെട്ടിയ മതിലും ലൈറ്റ്, അങ്ങനെ അടിപൊളി കയ്യാലയാണ്. പിന്നെ എല്ലാവരും ഇവിടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും അയച്ചു കൊടുക്കണം ചെയ്ത ഗൈസ്. പിന്നെ അവിടെ ഞാൻ കുറേ സമയം കൂത്ത് കണ്ടിരുന്നു ഗൈസ്. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് കൂത്ത്. പിന്നെ അവിടുത്തെ ആനേൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞങ്ങൾക്ക് അറിയാനു മറന്നുപോയി. ആനേനുള്ള കുറേ സമയം പോയി കണ്ടിട്ട് അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ അവിടെ ചാർജ് ചെയ്യാനായിന്, പക്ഷെ അവിടെ ചാർജർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നിട്ട് ചാർജ് ചെയ്യാനെല്ലാം വെച്ച് അങ്ങനെ കുറേ സമയം ഞാൻ കൂത്തൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഓരോ സംഭവമൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയത് എത്ര മണിക്ക്, ഏകദേശം 8 മണിയോളമായിട്ടുണ്ടാവും. അവിടെ ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ കുളിച്ചിട്ടാണ് പോയത്. പക്ഷെ അച്ഛൻ അവിടെ നിന്ന് പുഴയിൽ നിന്ന് കുളിക്കുകയത്. ഞാൻ പക്ഷേ പിറ്റേന്ന് രാവിലെയും വൈകുന്നേരവും ഞാൻ അവിടുത്തെ പുഴയിൽ നിന്ന് കുളിച്ചിന്. അടിപൊളിയാണ്, അത്ര തണുപ്പൊന്നുമില്ല, അടിപൊളി. ഇതാണ് കുറേ സമയം കൂത്ത് കണ്ട്. ഇപ്പം കൂത്ത് കിട്ടിയ അവരെ മോനാന്ന് പിറ്റേന്ന് അഭിനയിച്ചല്ല, പിറ്റേന്ന് അവരെ മോനാന്ന് ആ കൂത്ത് കിട്ടിയ. എന്നിട്ട് ഇത് രാത്രി പുലർച്ചെ 12:30 ആകുമ്പോഴാണ് ഇത് ഇളനീര് ഉപ്പ്. അത് ഞാൻ കുറേ സമയം കണ്ട്. എൻ്റെ ഈ പിറ്റേന്ന് വൈകുന്നേരം ആ ടൈം ആകുമ്പോൾ ഈ ഇളനീരൊക്കെ കൊത്തിയിട്ട് അതിൻ്റെ ആ വെള്ളവും അതെല്ലാം ഭഗവാനെ അത് ഈ ഇളനീരിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം വെച്ചിട്ട് അഭിഷേകം ചെയ്യും. അത് അങ്ങനെയാണ്. കുറേ സംഭവം ഉണ്ടായിരുന്നു. രാവിലെ വരെ അത് വെക്കുന്നുണ്ടായിരുന്നു. രാവിലെ എണീച്ച് അവിടെ നിന്ന് പുട്ടായിരുന്നു കുളിച്ച് വന്ന്. പിന്നെ കുറേ ആക്കി ഇങ്ങനെ പുട്ടാക്കും. നമ്മുടെ കയ്യാലയിൽ ഒരു 10-12 ആളുണ്ടാവും. എന്നിട്ട് അവിടെ രാവിലെ പുട്ടും കടലയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സംഭവം കാണാൻ ഇങ്ങനെ ഇറങ്ങി. അവിടെ കുറേ ഇളനീര് ഇപ്പോൾ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറുങ്ങനെ ഒരു സൈഡിൽ നിന്ന്. പിന്നെ അവിടെ നല്ല വ്യൂ ആയിരുന്നു. നല്ല അവിടെ കോടയുണ്ടായിരുന്നു. വൈകുന്നേരം നല്ലോണം കോടയായിട്ട് ഇങ്ങനെ വരും. ഇത് അടിപൊളിയാണ് കാണാൻ തന്നെ. ഇതാണ് കയ്യാല, ഞാൻ പറഞ്ഞ കലശമണ്ഡലം. അതിൻ്റെ ഇപ്പുറം തന്നെ കൗണ്ടറും ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. കുറേ സംഭവമെല്ലാം കാണാനുണ്ട് അവിടെ തന്നെ. ഞാൻ അടുത്ത് കുറേ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്ത് രാവിലെ പോയി കുളിച്ച് പ്രാർത്ഥിച്ചൊന്നും എടുത്തിട്ടില്ല. അഥവാ പെട്ടെന്ന് തിരക്കാറ്റായി തട്ടിയ ഫോൺ വെള്ളത്തിൽ വീണാൽ പിന്നെ പോയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. എന്നാലും എടുത്തിന്. അവിടെ നിന്ന് ഇങ്ങനെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് കൊത്തുപോയിന്ന് ഇഷ്ടം പോലെ ഇതന്നെ ഒരു 10-15 ആൾ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കൊത്തുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊത്തുന്നുണ്ട്. അങ്ങനെ കുറേ സൈഡിൽ നിന്ന് തന്നെ കുറേ ആളിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ആടെയാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര വെയിലും, അത്രക്കും വെയിലുണ്ടായിരുന്നു. ചൂടെടുത്തിട്ട് ഇതായിപ്പോയിന്. പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഞാൻ പോയ ദിവസമാണ്. ഞാൻ അതിന് മുന്നേ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു പോലും, ഞാൻ പറയുന്നത് കേട്ടാണ്. അതിന് ശേഷം അവിടെ ഫുള്ള് തിരക്ക് പോലും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശീവേലി, അതിൽ അത്രക്കും വെയിലാണ്ട് ഇവരുടെ കോട്ട തലക്ക് തോർത്തലിട്ടാണെന്നില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ എൻ്റെ അച്ഛൻ വിളക്ക് പിടിച്ച് ചേരുന്നുണ്ട്. അവിടുത്തെ സ്ഥാനികനായതുകൊണ്ടാണ് ഞാൻ വിളക്ക് പിടിച്ച് വരേണ്ടത്. അവിടെ ഭഗവാനെ പൂജിക്കേണ്ട സാധനങ്ങളൊക്കെ ആ പാത്രത്തിൽ ഒരാൾ കൊണ്ടുപോകുന്നതാണെന്നില്ലേ. എന്നിട്ട് നേരെ ബാക്കിൽ വിളക്കൊക്കെ വെച്ച ആളെ കണ്ട, ഇതാണ് എൻ്റെ അച്ഛൻ. ഇങ്ങനെ ഓരോ ദിവസവും എൻ്റെ മാവനും
ഇങ്ങനെ പിന്നെ മാമനല്ല ബെല്ലിച്ചൻ, അങ്ങനെ രണ്ടാളും മാറി മാറി ഓരോ ദിവസം വാക്കും. ഇത് ഈ ശിവേലിക്ക് ആനയില്ലായിരുന്നു. കാരണം ഇളനീരൊക്കെ അവിടെ കുറേ ഉള്ളതുകൊണ്ട് ആനയൊക്കെ ബുദ്ധിമുട്ടാവും നടക്കാൻ. അതുകൊണ്ടാണ് ഇത്. പിന്നെ കുറേ റൗണ്ട് ഇങ്ങനെ 2, 3, 4, 5 റൗണ്ടൊക്കെ നടക്കും. അവിടെ നിന്ന് കുറേ എന്തെല്ലോ പൂജ എന്തെല്ലോ വിഗ്രഹമൊക്കെ പിടിച്ച് കുറേ സമയം നിൽക്കും. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നടക്കും. അത് കുറേ ആളുണ്ടായിരുന്നു. അന്നേരം നല്ല വെയിലായിരുന്നു. ഈ ശിവേലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. ഈ സംഭവം കുറേ കാണാനെല്ലാം ഉണ്ട് അവിടെ, നല്ല അടിപൊളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയാൽ കുറേ ചളിയും എല്ലാം ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രാവശ്യം ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ വൈകുന്നേരമാണ് കുളിച്ചിറങ്ങി. അന്നേരം നല്ല മഴയായിരുന്നു, നല്ല പുഴ. ഇവിടെ നടന്ന് ഞാൻ കുളിച്ചേ. മുന്നിൽ സഞ്ചി പിടിച്ചാണ് മഞ്ഞ, അതാണ് എൻ്റെ അച്ഛൻ. അവിടുന്ന് നേരെ ഇറങ്ങി ബസ്സിലേക്ക് പോയി. അവിടുന്ന് ഈ ബസ്സിലാണ് വന്നത്. ഇനി ഇരുട്ടിയിൽ നിന്ന് വേറെ ബസ്സിൽ പോയി. മലബാർ എന്നുള്ള ബസ്സിലാണ് കൊട്ടിയൂരിൽ നിന്ന് ഇവിടുത്തെ വന്നത്. വേറെ ബസ്സിൽ കയറിപ്പോയി. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. പിന്നെ ഇത് നമ്മളെ നല്ല ഇവിടുന്ന് വെള്ളമെടുത്തിട്ടാണ് ഫുഡൊക്കെ വെക്കുക. ഈ വെള്ളമാണ് ഫുഡിനൊക്കെ എടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. അടുത്ത വീഡിയോ ബൈ.